അത് ട്രംപിനെ എത്രമാത്രം വിശ്വസിക്കാനാവും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പോലെ വേണം പറയാം. കാരണം അമേരിക്ക ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ട്രംപാണ്. പല രീതിയിലുള്ള റെസ്പോൺസസ് പുറത്തു വന്നു. ട്രംപ് പറഞ്ഞു ഇത് ഞങ്ങൾ അറിഞ്ഞിരുന്നു, ഞങ്ങൾ ഖത്തറിനെ അറിയിച്ചിരുന്നു. ഖത്തർ പറഞ്ഞു ഇല്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ ഒരു ഡയലോഗായിട്ട് നിൽക്കുന്നു. അത് വെറും ഒരു സംസാരമായിട്ട് മാത്രം നിൽക്കുന്നു. മാത്രമല്ല രാജ്യങ്ങളെല്ലാം താങ്കൾ പറഞ്ഞു ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ അപലപിക്കുന്നുണ്ട്. ഓക്കെ, ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഉണ്ടായാൽ സാധിക്കുകയുള്ളൂ, സോവറിനിറ്റി ബ്രീച്ച് ചെയ്യാൻ പാടില്ല, ഇൻ്റർനാഷണൽ ലോ ബ്രീച്ച് ചെയ്യാൻ പാടില്ല എന്ന് എല്ലാ രാജ്യങ്ങളും പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് ഡയലോഗായിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുമെന്നല്ലാതെ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊരു അവസാനം ഉണ്ടാക്കാൻ ഈ അപലപിക്കുന്നത് കൊണ്ടോ ട്വിറ്ററിൽ ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്റർ ഞാനിതിനെ ശക്തമായിട്ട് എതിർക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടോ ഉണ്ടാകാൻ പോകുന്നത്. ഇസ്രായേലിൻ്റെ കേസ് ആയിക്കോട്ടെ, അമേരിക്കയുടെ കേസ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ട്രംപിന് കീഴിലുള്ള അമേരിക്കയുടെ കേസ് ആയിക്കോട്ടെ, നറേറ്റീവ്സ് എപ്പോഴും മാറ്റിയും മറിച്ചും കൊണ്ടുവരും. അത് സ്വന്തമായി ബെനിഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് മേലൊരു കണ്ണ്, അതായത് ഇത് അമേരിക്ക ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ള വസ്തുത മറച്ചു വെക്കാനോ ആകാം. ഇസ്രായേൽ ഇത് നടത്തിയത് അവർ ഒക്ടോബർ 7 ഒരു റിറ്റാലിയേഷനായിട്ടാണ് നടത്തിയത്. ഞങ്ങൾ ഖേദിക്കുന്നു, അപലപിക്കുന്നു. അതിലത് അവസാനിക്കുകയാണ്. പിന്നെ അടുത്ത ഇതിലോട്ട് പോവാണ്. പക്ഷേ ഇതിൻ്റെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ യുദ്ധത്തിൽ അവസാനം ഉണ്ടാവുന്നതാണ്.